ചെറുക്കൻ്റെ ഓരോ നിർബന്ധം. പൊതിച്ചോറേ കൊണ്ടുപോകത്തുള്ളൂ, അരച്ചു കിട്ടിയ ചമ്മന്തി വേണം, വേണ്ട എല്ലാം കഴിച്ചോളണം കേട്ടോ. അമ്മേ, ഈ പൊതിച്ചോറ് ഇറക്കുമ്പോൾ ഒരു മണമുണ്ട്. എന്ത് രസമാണ്. ശരി ശരി, ഇതാ വണ്ടി വരാറായി. അപ്പൊ ശരി. ഓക്കെ. അമ്മേ. ആ ആദി, നീ വന്നോ? എന്ത് പറ്റി ആദി? അയ്യോ, നിന്റെ കൈക്കെന്താ? എടാ എന്താ കയ്യില്? എടാ എന്താണെന്ന്? ഇടിച്ചതാ. ആര്? സൂര്യൻ. സൂര്യനോ? അതാരാ? നീ എന്തിനു നെഞ്ചത്ത് കൈ വെച്ചേക്കുന്നേ? നീ ഷർട്ടൊന്നും ഊരിക്കേ. എടാ എന്തുവാ ഇത്? ആരാ നീ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നേ? എടാ എന്തിനാ? അവൻ എന്നെ മരമാക്രിന്ന് വിളിച്ചു. അപ്പൊ ഞാനും അവനെ തിരിച്ചു വിളിച്ചു. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. മരമാക്രി അവന്റെ. ഞാൻ ടീച്ചറെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, ടീച്ചർ ആദ്യയുടെ അമ്മയാണേ. ടീച്ചർ, എന്റെ കുഞ്ഞിനെ എന്തോ കാണിച്ചു വെച്ചേക്കുന്നേ? അപ്പൊ നിങ്ങൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? പറഞ്ഞാ കേട്ടില്ലെങ്കിൽ നല്ല അടി കൊടുക്കണം മുതുവിന് നോക്കി. ഇങ്ങനെ അടി കൊള്ളാനായിട്ട് എന്റെ കുഞ്ഞിനെ എന്തിനാ അങ്ങോട്ട് വിടുന്നേ? ആ, അവന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ശരി, വാ മോനെ, ഞാൻ നാളെ വരുന്നുണ്ട് സ്കൂളില്. നീ വാ. നിന്നെ മരമാക്രിന്ന് വിളിച്ചപ്പോ നീ എന്തോ അവനെ വിളിച്ചേ? ഞാനപ്പോ കരിമ്പരങ്ങാന്ന് വിളിച്ചു. അവനെല്ലാരും അങ്ങനെ വിളിക്കുന്നേ. അങ്ങനൊക്കെ വിളിക്കാവോടാ? പിന്നെന്തുവാ, മരമാക്രി എന്ന് വിളിച്ച് ആമ്പിടി ചുമ്മാ നോക്കണോ? നീ ഒന്ന് അടങ്ങ്. എടാ, എന്നിട്ട് സാറുമാര് വഴക്കൊന്നും പറഞ്ഞില്ലേടാ? ഓ, വഴക്കൊക്കെ പറഞ്ഞു. എന്നാലും ആ പിള്ളേരെ ഉപദ്രവിക്കും. നാളിൽ എച്ചമ്മ പിടിച്ച് നന്നായിട്ട് അവന് കൊടുത്തതാ. എന്നിട്ട് അവനൊരു കൂസലില്ല. അത് കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അവനെന്നെ തള്ളിയിട്ടിട്ട് എന്റെ മുകളിൽ കയറിയിട്ട് അവൻ എന്റെ നെഞ്ചത്തിടിച്ച്. എനിക്ക് ഇപ്പോഴും നല്ല വേദനയുണ്ട് അച്ഛാ. മോൻ വിഷമിക്കണ്ട, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം. നാളെ അമ്മയും കൂടെ വരുന്നുണ്ടല്ലോ സ്കൂളിൽ. ഞാൻ മാത്രമല്ല, എടി നാളെ എനിക്ക് ഒരുപാട് ഇത് കഴിഞ്ഞുള്ള കാര്യം മതി. പഞ്ഞ ചെറുക്കനാച്ചാ സൂര്യൻ. അവൻ ഇനി ആ സ്കൂളിലുണ്ടെങ്കിൽ ഞാൻ ഇനി സ്കൂളിൽ പോകത്തില്ല. വാ. എന്ത് ചെയ്യാനാ മാഡം, എല്ലായിടത്തും ഇങ്ങനെ എണ്ണം കെട്ട കുറേ എണ്ണം കാണും. ഇന്നാളി കരിമൂത്ത് ഞാൻ ഒരെണ്ണം കൊടുത്തതാ.
അവൻ വടിയെ പിടിച്ച് തിരിഞ്ഞ് നിന്ന് എന്നെ ഒരു നോട്ടം നോക്കി. ഞാനിവിടെ പേടിച്ചു പോയി. നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. കഴിഞ്ഞ വർഷം ഒരുത്തിന് ഒരെണ്ണം കൊടുത്തത് അരവിന്ദ് സാറും. അത് പിന്നെ കേസായി 50,000 രൂപ കൊടുത്ത് അത് തീർപ്പാക്കിയത്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട സർ. പഠിക്കാൻ വിട്ട കുഞ്ഞ അവന്റെ ഷർട്ട് ഒന്ന് ഊരി നോക്കിയേ. നിങ്ങളാണെ സഹിക്കൂ. അത് തന്നെ പറഞ്ഞാ മാഡം, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുടെ കാര്യം പോക്കാം. പിന്നെന്താ സാർ ഇതിനൊരു പരിഹാരം? ദേ വരുന്നുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കട. ഇവന്റെ രക്ഷകർത്താവ് വന്നില്ലേ ടീച്ചർ? ഇല്ല സാർ. എന്താടാ? എടാ നിന്നോടാ ചോദിച്ചേ. അവരെ ഫോണിൽ വിളിച്ചില്ലേ ടീച്ചർ? അവൻ്റെ അമ്മയുടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് സാറേ. ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാവോ? എടുത്തിട്ട് വേണ്ടായോ? ഇങ്ങനെ ഓരോന്നിനെ പടച്ച് പള്ളിക്കൊടുത്ത് വിടും. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, പറഞ്ഞു വിട്ടാൽ വരത്തുമില്ല. ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കുക. നിങ്ങൾ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? അത് ഞങ്ങളല്ലല്ലോ സാർ പറയേണ്ടത്. നല്ല പെട കൊടുക്കണം സർ, അല്ലെങ്കിൽ ടീസി കൊടുത്ത് പറഞ്ഞു വിടണം. അത് തന്നെയാണ് വേണ്ടത്. അവൻ്റെ നിപ്പ് കണ്ടില്ലേ? വിളിച്ചിട്ട് എൻ്റെ അമ്മ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതെങ്ങനെ? അവരുടെ അടുത്ത് ഇങ്ങനെയായിരിക്കും അവൻ്റെ പെരുമാറ്റം. ടീസ് കൊടുത്ത് പറഞ്ഞു വിട് സാറേ. ദേ ഇപ്പോഴും വിളിച്ചതാ സാർ. റിംഗ് ഉണ്ടായിരുന്നു, എടുക്കുന്നില്ല. എന്താടാ ഫോൺ വിളിച്ചാൽ നിന്റെ തള്ള എടുക്കാത്ത? അതോ പെറ്റ തള്ളയ്ക്ക് പോലും നിന്നെയൊന്നും വേണ്ടാതായോ? നിങ്ങൾ വിഷമിക്കണ്ട, നാളെയും കൂടെ നോക്കട്ടെ. അവൻ്റെ രക്ഷകർത്താവ് വന്നില്ലെങ്കിൽ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ചെയ്യാനൊന്നുമില്ല സാർ. ടീസ് കൊടുത്ത് പറഞ്ഞു വിടണം. അത് തന്നെ ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കൂ. ഞങ്ങൾക്ക് ധൈര്യക്കുറവൊന്നുമില്ല സാറേ. അല്ലെങ്കിൽ ടീസി വാങ്ങിപ്പോന്ന് ഞങ്ങളായിരിക്കും. അത്രേ ഉള്ളൂ. ശരി സാറേ, ഞങ്ങൾ എന്തായാലും ഇറങ്ങാം. ടീസി കൊടുക്കും ടീസി കൊടുന്ന് ടീച്ചറിന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്തോരം കാല് പിടിച്ചോ, എന്തെല്ലാം വാങ്ങിക്കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അറിയാമോ? ടീച്ചർ സേഫ് ആണല്ലോ. ഞങ്ങൾക്കാണല്ലോ ഇതെല്ലാം ബാധകം. നിങ്ങളൊന്ന് മിണ്ടാതിരി. മിക്കവാറും അതും പോവും ഇതും പോവും. ഈ വർഷം റിട്ടയർ ചെയ്യാനുള്ളതാ. ഓ ഇറങ്ങി പോടാ. ആദ്യം നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശക്കുന്നില്ല അമ്മേ. വിശക്കുന്നില്ലെന്നോ? ഈ സമയത്ത് നീ എന്തെല്ലാം കഴിക്കുന്നത് ആദി? ആദ്യം നീ വിഷമിക്കൊന്നും വേണ്ട. അവൻ ഇനി നിന്നെ ഒന്നും ചെയ്യത്തില്ല. അവര് പറഞ്ഞു കേട്ടില്ലേ? അവന്റെ രക്ഷകർത്താവ് ഒന്നും വരുത്തില്ല. അവന്റെ ടീസി കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്യും. അവൻ ഇന്നൊരു വക കഴിച്ചതുമില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. കുട്ടികളാകുമ്പോൾ ചെറിയ തല്ലും വഴക്കും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അതൊക്കെ വലുതാക്കാതിരുന്നാൽ മതി. അങ്ങനെ ചെറിയ തല്ലു വല്ലതും ആണോ? കുഞ്ഞിന്റെ നെഞ്ചും കൈയും ഒക്കെ കണ്ടതല്ലയോ? അവനെ അവിടെ വെച്ച് കണ്ടപ്പം എനിക്ക് മോണക്കിട്ടൊരു കുത്തു കൊടുക്കാനാ തോന്നിയത്. ആ നശൂലത്തെ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. എടി, അവരത് കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ. അവരത് വേണ്ട പോലെ ചെയ്തോളൂ. നീ അവൻ ഉറങ്ങിയെന്ന് നോക്കിയേ. എന്തു പറ്റി മോനെ? സൂര്യനോ? എന്താടാ? എന്റെ കുഞ്ഞിന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് ആ നശിച്ചവൻ. മോൻ വിഷമിക്കേണ്ട. അവര് സ്കൂളിൽ നിന്ന് അവനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞില്ലേ?
അല്ലെങ്കിൽ നമുക്ക് അവന് 2 തല്ല് കൊടുക്കാം. വേണ്ട വേണ്ട അമ്മ, സൂര്യനെ ഒന്നും ചെയ്യണ്ട. എന്താ മോനെ, എന്താ പറ്റിയേ? അച്ഛാ, എന്താടാ പറ. എനിക്ക് നാളെ സൂര്യനെ ഒന്ന് കാണണം. സൂര്യനെ കാണണമെന്നോ? നിനക്ക് എന്താ കുഞ്ഞേ? നിനക്ക് കാണണമെങ്കിൽ രാവിലെ ഞാൻ കൊണ്ട് കാണിക്കാം. നീ ഇപ്പം കിടന്നുറങ്ങ്. പിന്നെ നാളെ അവധിയല്ലേ? നീ ഒന്ന് അടങ്ങ് സീമേ. മോനെ നീ കിടക്ക്, എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം. ബാ കിട. ആ അതെ, ഒരാളിരിപ്പുണ്ട്. വാ ചോദിക്കാം. ആരാ? എന്താ? ആരെ കാണാനാ? ഈ സൂര്യൻ എന്ന് പറഞ്ഞ പയ്യന്റെ വീട്. ഓ ഓ, ആ കാണുന്നതാ. എന്താ, അവൻ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഏയ് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അവനവിടെ കാണുമോ? ഓ, അവനവിടെ കാണത്തൊന്നുമില്ല. ആ താഴെ അയ്യത്ത് വല്ലതും കാണും. അവിടെ അവൻ്റെ തള്ള രാവിലെ വെട്ടിയിട്ടേച്ച് വന്ന കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്. ഒട്ടേറെ എടുക്കാൻ പോയിട്ടുണ്ടാവും. അല്ല, അപ്പൊ അവന്റെ അച്ഛനും അമ്മയും? അപ്പനോ? അയാൾ ജയിലിലായിട്ട് കുറെ കാലമായി. തള്ള തീപ്പാതിയാ. അവള് രാത്രിയാവും വരാൻ. എന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഇവന് സൂര്യനെ ഒന്ന് കാണണമായിരുന്നു, അതാ. ദോ ദോ അവനാന്ന് തോന്നുന്നു. ആ എന്നാ ശരി. ആ. ഓ വരുന്നടാ. സൂര്യ ഒന്ന് നിന്നേ. ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്കാരും കാണുവാൻ വേണ്ട, ഒന്ന് സംസാരിക്കാൻ വേണ്ട. തന്തയുടെ കൂട്ട് തന്നെ അവനും ഒരു ജഗടന. അച്ഛനങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിലൊന്നും വരാറില്ല. അഥവാ വന്നാൽ തന്നെ അത് അമ്മയെ തല്ലാൻ വേണ്ടിയാ. 1 വയസ്സായതേ ഉള്ളൂ എൻ്റെ അനിയത്തി നീതുവിന്. അവളെ ഗർഭിണിയായിരിക്കുമ്പോഴാ ആ സംഭവം നടന്നത്. അന്നും കള്ളും കുടിച്ച പൂസായിട്ടാ അച്ഛൻ വീട്ടിൽ വന്ന്. കഴിക്കാൻ കൊടുത്ത എന്തോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കെടുത്ത് ഒറ്റയേറായിരുന്നു എൻ്റെ അമ്മയുടെ ദേഹത്തേക്ക്. ദേഹം മൊത്തം തീ ആളി കയറി. അമ്മ മുറ്റത്തേക്ക് ഓടിയില്ലായിരുന്നെങ്കിൽ ഞാനും വീടും കത്തി തീർന്നനെ. അന്ന് ഓടിക്കൂടിയ നാട്ടുകാരാ തീ തല്ലിക്കിടത്തി അമ്മയെ ആശുപത്രി എത്തിച്ചേ. എന്തുമാത്രം വേദനയാ എൻ്റെ അമ്മ അനുഭവിച്ച്. ഇപ്പോഴും മുറികളൊന്നും ഉണങ്ങിയിട്ടില്ല. എന്നിട്ടും അവളെ എടുത്ത് അമ്മ താഴത്തെ റബ്ബർ വെട്ടാൻ പോവും. എന്നിട്ട് ഏതൊക്കെയോ വീട്ടിൽ
ജോലിക്കും പോവും. അച്ഛനെന്ന് കേട്ട എനിക്ക് വെറുപ്പാ. അച്ഛനോടല്ല, എനിക്ക് ആരെയും ഇഷ്ടമല്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. ഇല്ല, അവിടുന്ന് കൈകാര്യം ഇവിടെ പറഞ്ഞ് ഇങ്ങനെ അപ്പുറത്തുള്ള അച്ഛാ, ഇനി മുതൽ എൻ്റെ കൂട്ട് സൂര്യനാ. ആ അപ്പേ ഇനി എനിക്ക് എന്ത് വാങ്ങി തന്നാലും അത് സൂര്യനും കൂടി വാങ്ങി കൊടുക്കണേ. ഓക്കെ ഓക്കെ, ഉറപ്പാണേ? ഉറപ്പ്. അതി വാ.